ആ പൂ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടോ. ഞാനെടുത്ത് വെച്ചോളാം. ആ വന്നു പോകുന്നു. വെക്കോ വെക്കോ. കിടത്തി വെക്കാം. അതുപോലെ വിളക്ക് കിടത്തി വെക്കാൻ പറഞ്ഞപ്പോ അങ്ങ് കിടത്തി വെച്ചു. എടാ നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്റെ സ്വാമി, എനിക്ക് അഭിനയം അറിയാൻ പാടില്ല. അപ്പം മണ്ടൻ. പിന്നെ എല്ലാം കയറി അങ്ങ് സമ്മതിച്ചോളൂ. പിന്നെ ബാക്കി എല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാണ്. തുളസി റെഡിയാണോ? അവള് റെഡിയാണ്, പക്ഷെ അവളുടെ അപ്പൻ ചാണ്ട് കല്യാണം നടക്കുന്നു തോന്നണില്ല. എടാ നിന്റെ കാമുകി തുളസിയുടെ കാര്യമാണോ ചോദിച്ചത്? ഇവിടെ പൂജക്കുള്ള തുളസി റെഡിയാണോ? അതൊക്കെ നമുക്ക് റെഡിയാക്കല്ല. അല്ല, നീ പറഞ്ഞ തുളസി എന്റെ ചേട്ടന്റെ മോള് തുളസി അല്ലല്ലോ അല്ലേ? ഏയ്, അത് KP തുളസി അല്ലേ? ഇത് തുളസി KP. അപ്പൊ കുഴപ്പമില്ല. ഇതിനകത്ത് നിങ്ങൾ ആരാ മണ്ടരുന്ന് നിങ്ങളെ തീരുമാനിക്കാവോ? അത് കൊള്ളാം, അവൻ സമ്മതിച്ചല്ലേ അവനാണ് മണ്ടരുന്നത്. ഞാൻ ഇവിടുന്ന് സമ്മതിക്കൂല. അതെന്തിനാണ്? ഞാൻ അവന്റെ ആശാനല്ലേ. ഇപ്പൊ കറക്റ്റ് ആയല്ലോ. കൊറേ സമയമായി തുടങ്ങും പറഞ്ഞിട്ട് പൈസ കൊടുക്കേണ്ടല്ലേ? ഇത് കഴിയുമ്പം തുടങ്ങാൻ പറയും. എന്നോട് തൊള്ളവർക്കോട്ട് തിരുമേനോട് പറയല്ലേ, എന്തോ ഒരു യക്ഷനെ പിടിച്ച ആൾക്കാരാണെന്നറിയാമോ? ഞാൻ മൈതി ചോദിച്ചോളാം. തിരുമേനി, ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ? അതൊക്കെ തലയിലെടുത്ത് വെക്കുമ്പോ ആലോചിക്കണം. ഏത് ഈ ശല്യം? ഇപ്പൊ വക്കീലിനെ കണ്ട് നോട്ടീസൊക്കെ അയച്ചാലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ ശല്യമല്ല, അവിടെ ഇന്നോട്ടെ. ഞാൻ പറഞ്ഞത് ഈ വീട്ടിലെ പ്രേതശല്യം ഒന്ന് ഒഴിവാക്കി തരാമോ? അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. വന്നിട്ട് ആ ഇരിപ്പ് മാത്രമേ ഉള്ളൂ, ഒന്നും തുടങ്ങിയില്ല എന്നാ അവള് പറയണത്. നമുക്ക് മന്ത്രോച്ചാരണം ആരംഭിക്കാം. യക്ഷിയെ ഞാൻ വിളിച്ചു വരുത്താൻ പോവുകയാണ്. എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നോളണം. ഓം അരുഗുരുവേ പ്രതികടമേ ജഗടമേ കണ്ടമ്പു ചേച്ചി മക്കളും വേലിക്ക് പുറത്ത് സ്വാഹ. വാത്സ്യാരമായി എത്തി നോക്കി ചട്ടകം തൊട്ടു നോക്കി സ്വാഹ. ഓം താടി വാലക്കാരാകും മീശക്കാരാകാശായ വേഷക്കാരാ ഞാൻ വരയ്ക്കുന്ന കളത്തിൽ വന്ന് വിളയാടുക സ്വാഹ. വരുന്നുണ്ട്. യക്ഷിയുടെ സാമീപ്യം കാണിക്കുന്നുണ്ട്. യക്ഷി പറഞ്ഞിട്ടാ ഇപ്പൊ യക്ഷി എവിടെയാണ്? യക്ഷി എല്ലായിടത്തും ഉണ്ട്. യക്ഷി മേലെയുണ്ട്, യക്ഷി താഴെയുണ്ട്, യക്ഷി സൈഡിലുണ്ട്, യക്ഷി റൈറ്റിലുണ്ട്, യക്ഷി മേലെയുണ്ട്, യക്ഷി കീഴെ, യക്ഷി സൈഡില്, യക്ഷി റൈറ്റില്, യക്ഷി മേലെ, യക്ഷി കീഴെ, യക്ഷി സൈഡില്, യക്ഷി റൈറ്റില്. വീട്ടുമേല് കാത്തടിക്കുന്നത് കാറ്റുമേല് കാറ്റടിക്കുന്നത് കൈഡ് പാത്ത കുപ്പം മേടുമാ പച്ചക്കളപ്പൊട്ട് ബിരിയാണി അച്ചിക്ക് അച്ചിക്ക് വരിയാണി കച്ചാമാങ്ക ബൈറ്റ് ബൈറ്റ് മാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പച്ചാമാങ്ങ ബൈറ്റ് ബൈറ്റ് മാ. അയ്യോ, പൂജ തുടങ്ങി അവസാനം DJ ആയി പോയോ? ഞാനതല്ല പറയുന്നത്. നമ്മള് കർമ്മം തുടങ്ങിയപ്പോ 4 പേരല്ലേ ഉണ്ടായിരുന്നു? അതെ, ഇപ്പൊ 5 പേരുണ്ട്. 1 2 3 അതെ 1 2 3 4 5 പേരുണ്ടല്ലോ. അടിക്കുന്നു, പുറത്താരണ്ട് വന്നിട്ടുണ്ട്. അടിക്കുന്നില്ല ആ പെണ്ണുമുള്ളേ. ഇതാരാ? നിങ്ങളുടെ അമ്മായിയാ? ഞങ്ങൾ അമ്മായിയൊന്നുമല്ല. ആരാണെന്നാ? അത് കൊള്ളാം. എൻട്രി മ്യൂസിക് ഇട്ട് വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ ആരാണെന്നാ? ഞാൻ യക്ഷിയാ, യക്ഷി. യക്ഷിയാണെന്ന്? യക്ഷി? ഞാനാദ്യമായിട്ട് കാണാണ്. ഞാൻ യക്ഷി അല്ലേ? ഞാൻ തിരുവേനി പറഞ്ഞില്ല. യക്ഷി വരുമ്പോ ഒരു ഇളക്കം, ഒരു കിലുക്കം, ഒരു കുലുക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോക്കിലും വലിച്ചിട്ട് വരാറുന്നില്ലേ? നല്ല പുക കിട്ടിയാനല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു യക്ഷിയല്ലേ, ഒരു കോമൺ സെൻസ് വേണ്ടേ? ഞാനിവിടെ പറഞ്ഞു ഭയങ്കര ഭീകരാന്തരീക്ഷം ഒക്കെ ഒപ്പിച്ചു വെച്ചേക്കായിരുന്നു. ആ സമയത്ത് നീ ഭയങ്കര സിമ്പിൾ ആയിട്ടല്ലേ കയറി വന്നത്. ആരും പേടിച്ചില്ല. നീ ഒന്നും കൂടി പോയിട്ട് വാ. ഉമ്മായില്ല. എന്നാലേ ഞങ്ങളുടെ ദേശീയ ഗാനം ഇട്. അതാകുമ്പോ ഒന്ന് റെഡി ആയിക്കോട്ടെ. ഒരുങ്ങ്. ഇതെന്നെ കക്കാർച്ചി കച്ചവടത്തിന് പോകണ്ട? ചരിവം പിടിച്ചേക്കണ പോലെ പിടിച്ചേക്കണ്. അയ്യോ, ഇതാണ് ഞങ്ങളുടെ പോയിട്ട് വരട്ടെ. കണ്ടാ ഈ യക്ഷിയാണ് നിങ്ങൾ ഇത്ര നാളും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിനക്ക് കണ്ണീച്ചോരുണ്ടാടി. ഞങ്ങളിവിടെ മാന്യമര്യാദക്ക് ജീവിക്കുമ്പോ നീ ഇവിടെ ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കണം എന്തിനാ? ഞങ്ങളെ കുടുംബത്തെ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മാത്രം കുടുംബത്തിൽ കിടന്ന് ഉറങ്ങിയാ മതിയാ? എനിക്ക് ഉറങ്ങണ്ടേ? ഇയാൾ ഒറ്റൊരുത്തനാണ് അതിന് കാരണം. ഞാൻ അവളൊരു പിന്നായം പോലെ കൂടി കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയണത്? ഇയാള് ഡെയിലി എന്റെ പനയുടെ ചോട്ടി കൂടെ അങ്ങോട്ട്
ഇങ്ങോട്ടും പോകുമ്പോഴേ മരച്ചോട്ടി വെച്ച് മുള്ളും. അത് നിസ്സാര കാര്യമല്ല. നിസ്സാര കാര്യോ? മൂത്രമണം കൊണ്ട് ഒരു രക്ഷകളും എന്റെ കുടുംബത്തുകാരനില്ല. എനിക്കും കിടന്നുറങ്ങാൻ പാടില്ല. തന്നെയല്ല, ഇയാൾക്ക് ഭീകര ഷുഗറാണെന്ന് തോന്നുന്നു. ആ പനയുടെ ചോട്ടി ഉറുമ്പ് കൊണ്ട് കൈലാസം. ബാക്കിയുള്ളവർ ഇറങ്ങി വരുമ്പോഴേ കാലിൽ പൊതിഞ്ഞാണ് കടിക്കണത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇതിലൊക്കെ ഇത് മാത്രം പ്രതികാരം ചെയ്യാൻ നടന്നല്ല. ഇത് മാത്രം സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇയാൾ ഡെയിലി മൂത്രം ഒഴിക്കുമ്പോൾ ഞാൻ ഡെയിലി ഇത് കണ്ടോണ്ടിരിക്കുമല്ലേ? നിസ്സാര കാര്യമല്ല. എന്നാ മെനകെട്ട യക്ഷിയായത്. സാധാരണ യക്ഷിമാർക്ക് ഇത് പ്രതികാരം ചെയ്യാനായിട്ട് ഒരു ഭീകരമായിട്ടുള്ള പ്രതികാര കഥ ഉണ്ടാവും. ഇത് ഇപ്പോഴും ഇച്ചിച്ചി കേസിൽ പിടിച്ച് കിടക്കല്ലേ. ഒരു നാളുണ്ടാടി നിനക്ക് യക്ഷി എന്ന് പറഞ്ഞു കിടക്കാൻ. അല്ലേ പിന്നെ പറയണ്ടേ നമ്മള്? പിന്നെ പറയണം. അല്ല നല്ല എക്കളുണ്ടല്ലോ, നീ ഇത്തിരി വെള്ളം കുടിക്ക്. വെള്ളം കുടിയാ. ഞാനല്ലെന്ന് ആ പെണ്ണുമുള്ള മോങ്ങണതാണ്. നീ കരയിപ്പിക്കണ്ടേ പാവം മോളെ. എനിക്ക് എന്തെങ്കിലും പ്രതികാരം കാരണം പറയണ്ടേ? അത് വേണം. അല്ല മോളെ മോളെ ഒന്ന് സമാധാനം കരയില്ലേട്ടാ. രക്ഷിപ്പെങ്ങളെ അറിയില്ല ചേട്ടൻ ഒരു കാര്യം പറയാൻ മോട്ടെ. ഈ നേരെ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി. അതെ ഞങ്ങള് ക്ഷമി. ഇനിയിപ്പൊ പറയായിരുന്നെങ്കിൽ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു? എങ്ങനെ കഴിക്കാനാണ്? എടുത്തു വെച്ചപ്പോഴല്ലേ ഇവിടെ എൻട്രി മ്യൂസിക് കേട്ടത്. അപ്പൊ ഞാൻ കഴിക്കാതെ വന്നു. എടാ, പാവം. എനിക്ക് പാടില്ല. ഇത് കൊടുത്തു. വിഷമിക്കണ്ട, കഴിച്ചോ. ഇതൊന്നും എന്തെങ്കിലും കഴിക്ക്. ഈ പനയെന്ന് പറഞ്ഞാൽ 100 പൊക്കമുള്ള സാധനോ. ഇതിനകത്ത് കേറി ഇറങ്ങിയൊക്കെ ചെയ്യണ്ടേ? ആരോഗ്യം വേണം. എന്നാ കഴിക്ക്. എനിക്ക് വേണ്ട. കഴിക്ക്. ഇത് പിടിച്ചേ. മാമൻ ആനനെ കാണിച്ചു തരാ, കൊരങ്ങനെ കാണിച്ചു തരാ. കണ്ടാ കണ്ടാ എന്നാത്താ? ആണ്ട്ര അതേ സോഡാ കുപ്പി ഗ്ലാസ് ഒക്കെ വിൽക്കുന്നു. അന്യായ പ്രായമുള്ള യക്ഷിയാണ് കേട്ടാ. അയ്യോ, കൽക്കട്ട എടുത്ത് മാറ്റേ. എനിക്ക് ഭീകര ഷുഗറാണ്. 2 നേരം ഇൻസുലിൻ എടുക്കുന്ന യക്ഷിയാണെന്നാ കൽക്കട്ട ഞാൻ സൈഡിൽ വെച്ചോളാം. മോളിത് കഴിക്ക്. കഴിക്കും. എന്റെ കുഞ്ഞുപങ്ങൾ കഴിച്ചേ. ചേത്തോടെ കഴിക്കും. ഇപ്പൊ സന്തോഷമായല്ലോ. അയ്യോ, സന്തോഷായെന്ന്. എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി വിളിച്ചൊരു ട്രീറ്റ് തരണം. അപ്പൊ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ? ഇനിയിപ്പൊ മാമൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കൂലേ? കേക്കാം. അങ്ങനെയാണെങ്കിൽ മാമൻ മോളെ ഒരു കുടത്തിൽ ആവാഹിച്ചു കൊണ്ട് പുഴയിലൊഴുക്കും. അങ്ങനെ ഒഴുകി ഒഴുകി കടലിൽ ചെല്ലുമ്പോ മോക്ക് മോക്ഷം കിട്ടും. മോശം കിട്ടോ? പിന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്റെ പേര് പറഞ്ഞാൽ മതി, വലുത് നോക്കി അവരെടുത്ത് തരും. റെഡി? അപ്പൊ റെഡിയാണല്ലോ. അപ്പൊ ഇനി മൈൻഡ് പറഞ്ഞതിന് മുമ്പ് കൊടയെടുത്തോ. ചേട്ടാ, അതാ അലുമിനിയം കലം ഉണ്ട്, അത് മതിയോ? മതിയാവും. അലുമിനിയം കലം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ആ കലത്തിലൊന്നും ഞാൻ കേറൂല. കെമിക്കലാണ്. സംഘടന അറിഞ്ഞാൽ എന്നെ പുറത്താക്കും. എന്തോ ഒരു കാര്യം ചെയ്യാം. ഇവിടെ പഞ്ചസാര ഇട്ട് വെച്ചങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ടിന്നുണ്ട്. അതാകുമ്പോ മുറുക്കി കഴിഞ്ഞ ഒരു ഓളത്തിൽ അങ്ങോട്ട് ഒഴുക്കി വിടാം. അയ്യോ, പഞ്ചസാര ടിന്ന് വേണ്ടേ വേണ്ട. എനിക്ക് ഷുഗറാണെന്ന് അറിഞ്ഞൂടെ? തന്നെയല്ല, പ്ലാസ്റ്റിക്കിന്റെ ടിന്നല്ലേ. എന്നിട്ട് വേണം നിങ്ങൾ അതിനകത്ത് കയറ്റി എന്നെ ഒഴുക്കി കളയുമ്പോ ഹരിതകർമ്മസേനയിലെ പെണ്ണുങ്ങൾ കണ്ടിട്ട് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞെടുത്ത് ചാക്കിലിട്ടോണ്ട് പോകാൻ. അപ്പൊ എനിക്ക് മോശം കിട്ടോ? അത് ശരിയാണല്ലോ. ഇപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നൊരു ദിവസത്തേക്ക് തിരിച്ച് പനയിലേക്ക് തന്നെ പോണം. അയ്യോ, അത് നടക്കൂല. ഇന്ന് എനിക്ക് മോശം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള യക്ഷികളോട് എല്ലാം ഞാൻ യാത്രയും പറഞ്ഞ് ടാറ്റയും കൊടുത്താ പോന്ന്. തന്നെയല്ല, എനിക്ക് വാദത്തിന്റെ അസുഖമുണ്ട്. ഈ 100 ഒക്കെ ഉള്ള പനയിൽ കയറാനും ഇറങ്ങാനും എനിക്ക് പറ്റൂല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. താൻ ഒറ്റൊരുത്തനാണ് ഈ മെനകെട്ട യക്ഷിനെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എവിടെയെങ്കിലും കൂട്ടാ കളഞ്ഞോളണം. അത് കുടത്തിലാക്കണ്ടേ? അപ്പോ കുടത്തിലാക്കാൻ പറ്റില്ല, വല്ല മടത്തിലാക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യോടാ? സാവി വീട്ടിലേക്ക് കൊണ്ടുപോയാ പോരെ? കറക്റ്റ്, ശരിയാണ്. വീട്ടിൽ ചെന്ന് കൊടുത്തി കയറ്റാലേ. പിന്നെ ഇവിടെ ആയാലും കൊടുത്തി കയറണം, അവിടെ ആയാലും കൊടുത്തി കയറണം. അവിടെ നിന്ന് കയറട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. പോരുന്നോ എന്റെ കൂടെ? റൂട്ട് മാറാനുണ്ടല്ലോ. അല്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ടേ കുടത്തിലാക്കാൻ വേണ്ടിട്ട്. കുടത്തിലാക്കണ പറഞ്ഞിട്ട് കുപ്പിയിലാക്കണ പരിപാടിയാണല്ലോ പറഞ്ഞു വരുന്നത്. ഇതാരും അറിയില്ലെന്ന്. നമ്മള് വീട്ടിൽ ചെല്ലുന്നു, നേരെ കഥ കിടക്കുന്നു, കുടത്തിൽ കയറുന്നു, അത്രേ ഉള്ളൂ. അയ്യാ, അങ്ങനെ കണ്ണി കണ്ടോമാര് വിളിക്കുമ്പോ ഇറങ്ങി വരാനിരിക്കുമല്ല. നാട്ടുകാർ പറഞ്ഞാൽ എനിക്ക് മോശപ്പേരാവൂലേ? അയ്യോ, അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാമി ഇതുപോലെ രാത്രി എത്ര എണ്ണത്തിന് വീട്ടിൽ കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മള് കുടത്തിലാക്കാൻ വേണ്ടിട്ടേ. ഞാനങ്ങനെ വരൂല. തന്നെയല്ല, ഒരു താലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കാണിക്കായിരുന്നു. താലി ഉണ്ടെങ്കിൽ നീ ഇയാളെ കൂടി പോവോ? അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം.
ഒരു താലി എടുത്ത് കെട്ട്. ആ താലി എടുത്ത് കേട്ടോ. ഒരു താലി എടുത്ത് കെട്ട്. ഞാനോ എനിക്ക് വേറെ ഭാര്യമാരും കുട്ടികളുള്ളതാ. ആഹാ, അപ്പൊ അതുകൊണ്ടല്ല ഒരു മാനമര്യാദക്ക് ജീവിക്കണ ഒരു യക്ഷിക്കൊച്ചിനെ കയ്യും കലാശവും കാണിച്ചിട്ട് പനയുടെ മോളിൽ നിന്ന് ഇറക്കിയിട്ട് ഇപ്പൊ കയ്യഴിയാൻ നോക്കണാടാ. കയ്യഴിയാൻ നോക്കണം. കെട്ടണ താലി മോളെ, ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് മോളുടെ കല്യാണം ഞാൻ നടത്തി തരും. കെട്ടണ താലി. അതെങ്ങനെ കെട്ടും? താലിമാലയില്ല, ഒരു മാലയും ഇവിടെ ഇല്ലല്ലോ. മാലയില്ലെന്നാ? ആ മാല, മാല, മാല. കെട്ടണ താലി. കെട്ടണ മേളം. ഇതാ മാല. അയ്യോ എടി, നാത്തൂന്റെ സ്ഥാനത്ത് നിന്നിട്ട് മുടി നോക്കി പിടിച്ചേ. അയ്യോ, നിന്റെ മുടിയല്ല, ഇവളുടെ മുടി നോക്കി പിടിക്കും. ഞാൻ കേട്ടോ. കെട്ട്. പൂവല്ലേ, പൂവല്ലേ. എടാ, ഞാൻ ഇവളെ കൊണ്ട് അവിടെ പോകും. വീട്ടിൽ ചെന്ന അവള് കേറ്റത്തില്ല. ആ, എന്നാ അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇത് ഞാൻ നിങ്ങൾക്ക് ദക്ഷിണ തരാൻ പറ്റിയിരുന്ന പൈസയാണ്. ദാ, ഇത് പഠിച്ചേ. എന്നിട്ട് ഈ പൈസ കൊണ്ട് നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലും പോയിട്ട് ഹണിമൂൺ ആഘോഷിക്കേ. ആശാനെ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണ്. ഓൾ ദ ബെസ്റ്റ്. അലക്കൊന്ന്. എന്നാ പോവാല്ലേ? പാടാ. അതെ, ഏ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ? ചോദിക്കണ കുട്ടാ. ചുണ്ണാമ്പൂട്ടോ ചേട്ടാ?